ഈ രാഹുലുമായി ബന്ധപ്പെട്ട് വി കെ ശ്രീകണ്ഠന്റെ കൂടിക്കാഴ്ച ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എനിക്ക് പറയാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എനിക്ക് പറയാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതേ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും വലിയ ആശങ്കയാണ്. ഈ യുദ്ധഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തുനിന്നും മലയാളികൾ വിളിക്കുന്നുണ്ട്, ഇന്ത്യക്കാരായ ആളുകൾ വിളിക്കുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ എംബസികളിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കണം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ മുൻകൈയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയാസം ബഹ്റിൻ, ദുബൈ, അബുദാബി, ഖത്തർ എന്നീ സ്ഥലങ്ങളിലെ ആളുകൾക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ്, എല്ലായിടത്തും മലയാളികളായിട്ടുള്ള ആളുകൾ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും അവിടെ അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കണം. എംബസികൾ അലർട്ടായിരുന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. നിരവധി മലയാളികൾ അടക്കം വിദേശ രാജ്യങ്ങളിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റുകൾ അടക്കം റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റുകൾ പോരാൻ കഴിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. വിമാന കമ്പനികളുമായിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നത് കൊണ്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മിക്കവാറും വിമാനത്താവളങ്ങളിൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ദുബായ്, അബുദാബി, ഖത്തർ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ രാത്രിയൊക്കെ വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടായതെന്നാണ്. അതുകൊണ്ടാണ് എയർപോർട്ടുകൾ അടച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഏതായാലും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം പരിപൂർണമായി ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർക്ക് ഞാൻ കത്ത് അയച്ചിട്ടുള്ളത്. ഇന്നലെ ഈ മന്ത്രി എം പി രാജേഷ് കോൺഗ്രസ് BJP ബന്ധം ആരോപിച്ചുകൊണ്ടാണ്. അതായത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുക, BJPക്ക് കുറച്ച് സീറ്റുകൾ വാങ്ങിക്കൊടുക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ബന്ധം. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ തലയിൽ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും 4% വോട്ട് BJPയുടെ വാങ്ങിച്ചാണ് അവർ തുടർഭരണം ഉണ്ടാക്കിയത്. അതിൻ്റെ ഓർമ്മയിൽ നിന്നാണ് MP രാജേഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ കൈവിട്ട് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടാക്കുക, അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴും CPM സ്വീകരിക്കുന്ന സമീപനം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷങ്ങളെ കൈവിട്ടു. ഇപ്പം ഭൂരിപക്ഷത്തെ അതിനുവേണ്ടിയാണല്ലോ ആഗോള അയ്യപ്പ സംഘമൊക്കെ ഉണ്ടാക്കി. എല്ലാം പൊളിഞ്ഞുപോയി. പക്ഷേ BJPയുമായി ധാരണ ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് CPM. അത് മറച്ചു വെക്കാനാണ് ഞങ്ങളുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആരും ഇത് വിശ്വസിക്കില്ല. യഥാർത്ഥത്തിൽ BJPയുമായി ധാരണ ഉണ്ടാക്കുന്നത് CPM. ഈ മീഡിയയെല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളെ വേട്ടയാടുമ്പോൾ കോൺഗ്രസിനെ മാത്രം BJP അത്തരത്തിൽ വേട്ടയാടുന്നില്ല. അത് തന്നെയാണ് ഈ ബന്ധത്തിന് ഏറ്റവും വലിയ തെളിവെന്നുള്ളതാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്ര മണിക്കൂറുകളാണ് EDയും CBI ഒക്കെ ചോദ്യം ചെയ്തത്. അവരൊക്കെ അന്തസ്സായിട്ട് അവിടെ പോയി ഇരുന്നല്ലോ. എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ എത്രയോ കേസുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായി. ഒരു നോട്ടീസ് അയക്കാനുള്ള സാമാന്യ മര്യാദ പോലും EDയോ
CBI കാണിച്ചോ? സോണിയാഗാന്ധി പോയി, രാഹുൽ ഗാന്ധി പോയി, ഇത്ര മണിക്കൂറുകൾ പോയി. പിണറായി വിജയനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ ED CBI മുന്നോട്ട് വന്നോ? 42 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ലാവ്ലിൻ കേസിലെ 7ാം പ്രതിയാണ് പിണറായി വിജയൻ. ആ ലാവ്ലിൻ കേസ് 7 തവണ മാറ്റിവെച്ചിട്ടും 41 തവണ മാറ്റിവെച്ചിട്ടും ഇപ്പോഴും ആ കേസ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ? അവിടെയാണ് BJPയും CPM തമ്മിലുള്ള ബന്ധം, അവിടെയാണ് മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധം. അത് മറന്നിട്ടാണ് രാജേഷ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷെ പ്രധാനമായി MP രാജേഷ് പറഞ്ഞത് ഈ അരവിന്ദ് കെജ്രിവാളിനെയും സിസോദിയും കുടുക്കിയതുപോലെ കേരളത്തിലും അതുപോലെ ഗൂഢാലോചന നടന്നു, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊടുക്കാൻ വേണ്ടി. കുടുക്കിയല്ലോ ആരും, എന്താ കൊടുക്കാത്തെ? അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. BJPയുമായിട്ടുള്ള ബന്ധം അത്ര ശക്തമായതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം ED CBI മിണ്ടാത്തത്. കാരണം അവർ തമ്മിലുള്ള ബന്ധം അത്ര ശക്തമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത്. എല്ലാം പകൽ പോലെ വ്യക്തമല്ലേ? അതെന്താ 41 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചെന്താ സുപ്രീം കോടതി? ഇപ്പോഴും ആ കേസ് എടുക്കാൻ തയ്യാറാകാത്തത് എന്താണ്? ആ കേസ് എടുക്കുമ്പം സോളിസിറ്റർ ജനറലിനും മറ്റ് ഗവൺമെന്റ് വക്കീലന്മാർക്കും പനി വരും. 41 ദിവസം പനി വന്നു. ഇനി എത്ര ദിവസം കൂടെ പനി വരുമെന്നാണ് നോക്കണ്ടേ? അപ്പോൾ ആർക്കാ ബന്ധം? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആർക്കാണ് ബന്ധം? നിങ്ങൾ രാജേഷോടും ചോദിക്കുക, ആർക്കാ ബന്ധമെന്ന്? 41 തവണ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് എത്ര കാലമായി? അപ്പോൾ ആ ബന്ധമുള്ളവരാണ് അവർ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഈ രാഹുലുമായി ബന്ധപ്പെട്ട് VK ശ്രീകണ്ഠന്റെ കൂടിക്കാഴ്ച പറഞ്ഞില്ല.